ഹായ് ഹലോ വെൽക്കം ടു മാഷക്കി അക്കാദമി. മാഷക്കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം നമ്മളുടെ എക്സാം ഒക്കെ ഇങ്ങനെ പുതിയ പുതിയ നോട്ടിഫിക്കേഷനുകൾ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഓൾറെഡി നമ്മളുടെ KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എക്സാം കഴിഞ്ഞു. അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ടന്റ് വിളിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൊമേഴ്സുകാർക്ക് ഭയങ്കരമായിട്ടുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതായത് PSC എന്ത് ചെയ്യാണ്, കൊമേഴ്സുകാരെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം വരുമ്പം ഇത് റിലേറ്റഡ് ആയി പ്രീവിയസ് ഇയറുകളിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും കളക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചോണം. അപ്പൊ ഇപ്പൊ അത് സെയിൽസ് ടാക്സ് ഓഫീസറുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ജൂനിയർ അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ CSEBയുടെ എക്സാം ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മളുടെ സിലബസ് അതിലുണ്ടോ, അല്ലെ നമ്മളുടെ സിലബസിലെ ഏരിയാസ് ആ ഒരു എക്സാമിന്റെ സിലബസിനകത്തും വരുന്നുണ്ട് എങ്കിൽ ആ ഏരിയകൾ നമുക്ക് പഠിക്കാനായിട്ട് ഏറ്റവും നല്ല വഴിയാണ് ഏതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരു ബൾക്ക് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് PSCയുടെ മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏത് ഏരിയകളിൽ നിന്നാണ് PSC കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഒരു വേയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന എക്സാം വളരെ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഞങ്ങളുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ KFCയുടെ അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞ സമയത്ത് നമ്മളുടെ കുട്ടികളെല്ലാം കോൺടാക്ട് ചെയ്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സാറേ നമ്മൾ പഠിച്ച ഒരു വേ ഇല്ലേ, അതേ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന്. നമ്മൾ കൂടുതലും സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ കൂടുതൽ ഡിസ്കസ് ചെയ്ത് പോയിരുന്നു. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, PSCയുടെ ഒരു പാറ്റേൺ ചേഞ്ച് ആകുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്കിവിടെ നല്ല ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ഒരു 50-ന് മുകളിൽ ക്വസ്റ്റ്യനുകളും എങ്ങനെയായിരുന്നു, സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടായിരുന്നു KFCക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പ്രൊഫഷണൽ ആൻസർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികൾ വിളിച്ച് അവരുടെ സന്തോഷം പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളും എന്ത് ചെയ്തോണം, മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു മാറ്റം മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് കയറാനും അഡ്വൈസ് കിട്ടാനും ജോലിയിൽ പ്രവേശിക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന അത്തരത്തിലുള്ള ഒരുപാട് എക്സാമുകൾ, അതായത് ഈ ജൂനിയർ അക്കൗണ്ടന്റിന്റെ തന്നെ പ്രീവിയസ് ഇയറുകളിലുള്ള, അതുപോലെ തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ പ്രീവിയസ് ഇയറിലുള്ള, CSEBയുടെ, അങ്ങനെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറുകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യനുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ലോ, അല്ലെ, കമ്പനി ലോ എന്തിനകത്ത് വരുന്നുണ്ട്, ഈ ഒരു സിലബസിനകത്ത് വരുന്നുണ്ട്. ഓഡിറ്റിംഗ് ഈ ഒരു സിലബസിനകത്ത് വരുന്നുണ്ട്. അക്കൗണ്ടിങ് ഈ ഒരു സിലബസിനകത്ത് വരുന്നുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കണം. എല്ലാ ഏരിയയും കൃത്യമായി പഠിക്കണം. എല്ലാ ഏരിയയും ചില എക്സാമുകൾക്ക്, ചില അക്കൗണ്ടന്റ് എക്സാമുകൾക്ക് ഓഡിറ്റിംഗ് കാണില്ല, ചിലതിന് കമ്പനി ലോ കാണില്ല. അപ്പൊ അങ്ങനെ ഉള്ളത് ഏതിനാണ് ഉള്ളത് എന്ന് നോക്കുക. എന്നിട്ട് അതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യനുകൾ പിക്ക് ചെയ്തെടുക്കുക. ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടിയാണ്, ഇച്ചിരി മെനക്കെടുന്ന പരിപാടിയാണ്. കഷ്ടപ്പെടുന്നവരെ എന്നുള്ളാവുള്ളൂ അതിനൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ കഷ്ടപ്പെടാനായിട്ട് തയ്യാറാകുക, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് തയ്യാറാകുക. അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഇത്തരത്തിലുള്ള പല എക്സാമുകൾക്ക് വന്ന കുറേയധികം ക്വസ്റ്റ്യനുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയേ, consider the following statements regarding the objectives of auditing. എന്താണ് objectives of auditing? ഓഡിറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ഓഡിറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഡിറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ മൊഡ്യൂള് പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഓഡിറ്റിംഗിന്റെ ഡെഫിനിഷനും അതിന്റെ ആ ഒരു മീനിങ്ങും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ്. നോക്കിയേ, ടു മെയിൻറ്റെയിൻ ദ ഒബ്ജക്റ്റ് of auditing is to detect and prevent the errors and fraud in the books of account. നോക്കിയേ, എന്താണ് detect and prevent the errors and fraud in the books of account. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നേക്കാണ്. രണ്ടാമതായിട്ട് പറഞ്ഞേക്കാണ്, the subsidiary objective of auditing is to help the auditor from an opinion as to whether the books of accounts show true and fair view.
നമുക്കറിയാം അല്ലെ, ഒരു ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നിരിക്കുന്ന ട്രാൻസാക്ഷനുകളൊക്കെ ട്രൂവും ഫെയറുമാണോ, അല്ലെങ്കിൽ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആക്യുറേറ്റ് ആണോ എന്നൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏതായിരിക്കും? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനെപ്പറ്റി നോളജ് ഇല്ലാത്ത ഒരാൾക്ക്, ഓഡിറ്റിങ്ങിനെ പറ്റി നോളജ് ഇല്ലാത്ത ഒരാൾ മാത്രമേ ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കുകയുള്ളൂ. ബേസിക് ആയിട്ട് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കൃത്യമായി പഠിച്ച ആളുകൾ വളരെ വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന്റെ ആൻസർ എന്താണ്? only one അല്ലെ. the main objective of auditing is to the form an opinion to whether the financial statement present true and fair view അല്ലെ. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂവും ഫെയറുമാണോ, കറക്റ്റ് ആയിട്ടുള്ളതാണോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഓഡിറ്റിംഗിന്റെ. ദ സബ്സിഡിയറി ഒബ്ജക്റ്റീവ് ഈസ് ടു ഡിറ്റക്ട് ദ പ്രിവെന്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. So the statement 1 is correct, but the statement 2 is reverse the order of the objective അല്ലെ. അങ്ങനെയല്ലേ തന്നിരിക്കുന്നത്? നോക്കിയേ, ഇവിടെ നോക്കിയേ എന്താ പറഞ്ഞിരിക്കുന്നത്? the main objective of auditing is to detect and prevent the errors and fraud in the books of account. The subsidiary objectives of auditing is to help the auditor from an opinion as to whether the books of account show a true and ഫെയർ വ്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിക്കും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് ആയിട്ടുള്ളത്, അതായത് PSCയുടെ ആൻസർ അനുസരിച്ച് ഏതായിരുന്നു? only one എന്നുള്ളതായിരുന്നു. ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, the main objectives of auditing is the form of opinion as whether the financial statement, അതായത് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ഫെയറും വ്യൂ ആണോ എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് സബ്സിഡിയറി എന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അകത്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സബ്സിഡിയറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു ഡിറ്റക്ട് ദ പ്രിവെന്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് എന്നുള്ളതാണ്. എറേഴ്സ് ആൻഡ് ഫ്രോഡ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ശരിക്കും അത് രണ്ടും കോൺട്രഡിക്ടറി ആയിട്ടായിരുന്നു തന്നിരുന്നത്. നമ്മൾ എന്തിന് പോയിരുന്നു? ചലഞ്ചിന് പോയിരുന്നതാണ്. പക്ഷെ ആൻസർ ആയിട്ട് വന്നിരുന്നത് ഏത് തന്നെയായിരുന്നു? only one എന്നുള്ളതാണ്. നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി അതിന്റെ ആൻസർ കീം വെച്ച് നോക്കിയാൽ മനസ്സിലാവും only one. അതായത് നിങ്ങൾ അന്നേരം ഓർത്ത് വെച്ചോണം. അതായത് നമുക്ക് തന്നേക്കുന്നതിനകത്ത് അവര് ട്രൂവും ഫെയറുമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അത് പ്രൈമറിയും. രണ്ടാമതായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഡിറ്റക്ട് ദ ഫ്രോഡും എറേഴ്സും ഒക്കെ ഡിറ്റക്ട് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് സബ്സിഡിയറിയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പൊ പഠിച്ചങ്ങ് വെച്ചോളുക കേട്ടോ. ഓക്കെ ആണല്ലോ. ഇതൊരു ചലഞ്ചിന് പോയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ആൻസർ ഏതാണ്? only one എന്നുള്ളതായിരുന്നു ആൻസർ വന്നിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓഡിറ്റ്സ് ഈസ് കണ്ടക്ടഡ് അണ്ടർ സെക്ഷൻ 44AB of the Income Tax Act 1961. Income Tax Act 1961 സെക്ഷൻ 44AB അനുസരിച്ചുള്ള ഓഡിറ്റ് ഏതായിരിക്കും? ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചാണെങ്കിൽ അത് ഏത് ഓഡിറ്റ് തന്നെയായിരിക്കും? ടാക്സ് ഓഡിറ്റ് അല്ലെ. ടാക്സ് ഓഡിറ്റ് ആണ്, ഓർത്തു വെച്ചോണം. അതായത് സെക്ഷൻ 44AB. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. ഈ സെക്ഷൻ ഒന്ന് ഓർത്ത് വെച്ചോണം. സെക്ഷൻ എത്രയാണ്? 44AB mandate compulsory tax audit when the turnover or receipts exceed the prescribed limit. അതായത് ടേൺ ഓവർ അല്ലെങ്കിൽ റെസിപ്റ്റ്സ് ഒക്കെ എക്സീഡ് ചെയ്യുവാണ്. ഒരു പ്രിസ്ക്രൈബ്ഡ് റേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ലിമിറ്റിനെക്കാളും എക്സീഡ് ചെയ്യുന്ന കമ്പനികൾ മസ്റ്റ് ആയിട്ടും കമ്പൽസറി ആയിട്ടും കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്ന ഒന്നാണ് ടാക്സ് ഓഡിറ്റ്. അത് ഏതിലാണ്? നമ്മളുടെ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 44AB പ്രകാരമാണ്. ഓർത്ത് വെച്ചോണം, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം. And the next question ആണ് a large listed company, ഓർത്ത് വെച്ചോണം, a large listed company wants to ensure the compliance with various corporate lawyer, ഓർത്ത് വെച്ചോണം, various corporate lawyer and SEBI regulations and procedure. It appointing a practicing company secretary, or appoints a practicing company secretary
ടു കണ്ടക്ട് ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ആരെയാണ്? കമ്പനി സെക്രട്ടറി ആണ് വന്നേക്കുന്നത്. വിച്ച് ടൈപ്സ് ഓഫ് കമ്പനി സെക്രട്ടറി അല്ലെ കമ്പനി സെക്രട്ടറിയെ കൊണ്ട് CS നെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കുന്നത് ഏതിലായിരുന്നു? നമ്മൾ ടൈപ്സ് ഓഫ് ഓഡിറ്റ് പഠിച്ച സമയത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നതാണ്. കമ്പനി സെക്രട്ടറി ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റ് ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണോ, അതോ സെക്രട്ടേറിയൽ ഓഡിറ്റ് ആണോ, അതോ മാനേജ്മെന്റ് ഓഡിറ്റ് ആണോ, അതോ കോസ്റ്റ് ഓഡിറ്റ് ആണോ? ഏതാ മക്കളെ? നമ്മൾ പഠിച്ചതാണ്, കൃത്യമായി പഠിച്ചതാണ്. നമ്മൾ ഏത് പഠിച്ച സമയത്ത്? നമ്മളുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പഠിച്ച സമയത്ത് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ, അതായത് ഈ പ്രീവിയസ് ഇയർ ഈ ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് തോന്നുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതാണ് വന്നത്? ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി അല്ലെ, സെക്രട്ടേറിയൽ ഓഡിറ്റ്. ഇതൊക്കെ ശരിയാക്കാവുന്നേ അല്ലെ. സെക്രട്ടേറിയൽ ഓഡിറ്റ് ഈസ് എന്താണ്? കംപ്ലൈന്റ് ഓഡിറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ ആരാണ്? കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസസ് ടു എൻഷുർ ദ എൻഹാൻസ് ടു എന്താണ്? കമ്പനി ലോ ആൻഡ് സെബി റെഗുലേഷൻസ്. അതായത് ലോകൾ, അതായത് അവർ നിയമം നമ്മുടെ സെബി പറയുന്നത് പോലെ അല്ലെങ്കിൽ കമ്പനി ലോ പറയുന്നതിനകത്തൊക്കെ വ്യതിചലിച്ചാണ് ആ ഒരു കമ്പനി പോകുന്നതെങ്കിൽ അത് കറക്റ്റ് ആയിട്ടാണോ എന്നുള്ള കാര്യമൊക്കെ എൻഷുർ ചെയ്യാനായിട്ട് എന്താണ് സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? കമ്പനി സെക്രട്ടറി ആണ്. ഡീറ്റെയിൽ ആയിട്ടൊക്കെ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞു പോയതാണ്. അടുത്തത് നോക്കിയേ, 2 സ്റ്റേറ്റ്മെന്റ് തന്നേക്കാണ്. കണ്ടോ? സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഇപ്പൊ PSCക്ക് സ്ഥിരമാണ് വരുന്നത്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. വൗച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് വെരിഫൈങ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ബിസിനസ് ആണോ? വൗച്ചിങ് എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ ആണോ? അല്ല. വൗച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷനുകൾ വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അതായത് സോഴ്സ് ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം വൗച്ചിങ് മീൻസ് ദ വെരിഫൈങ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ബിസിനസ് ആണോ? അല്ല. വെരിഫിക്കേഷൻ റെഫേഴ്സ് ടു ദ ചെക്കിംഗ് ഓഫ് വൗച്ചേഴ്സ് റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ദി ബുക്സ്. അല്ല, ഇതാണ് വൗച്ചിങ് അല്ലെ. വൗച്ചറും എന്താണ്? ബുക്സിൽ എഴുതിയേക്കുന്ന ട്രാൻസാക്ഷനും തമ്മിൽ വെരിഫൈ ചെയ്യുക അല്ല എന്നാണ്, അത് തമ്മിൽ ചെക്ക് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വൗച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ശരിക്കും എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് തന്നേക്കുന്നത്. 2 സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? 2 സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. സോ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഓപ്ഷൻ ബി ആണ്. ഇവിടെ നോക്കി, ചെക്കിംഗ് ദ വൗച്ചർ റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? വൗച്ചിങ് എന്ന് പറയുന്നത്. വെരിഫൈങ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇന്റർചേഞ്ച്ഡ് ഓർ ഹെൻസ് ബോത്ത് ആർ ഫോൾസ്. രണ്ടും എന്താണ്? തെറ്റാണ് അല്ലെ. അതായത് അസറ്റ്സ് ലയബിലിറ്റീസ് ഒക്കെ വെരിഫൈ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? വെരിഫിക്കേഷൻ ആണ് എന്നുള്ള കാര്യവും ഓർത്തു വെക്കുക. ഓക്കെ അല്ലെ മക്കളെ? അടുത്തത് നോക്കിയേ. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ പ്രൈവറ്റ് കമ്പനി. Consider the following statement regarding the private company, section 2 subsection 68. അപ്പൊ പ്രൈവറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. എത്ര സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്? 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. എ പ്രൈവറ്റ് കമ്പനി റെസ്ട്രിക്ട് ദ റൈറ്റ്സ് ടു ട്രാൻസ്ഫർ ഇറ്റ്സ് ഷെയർസ്. പ്രൈവറ്റ് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ദ റൈറ്റ്സ് ടു ട്രാൻസ്ഫർ ഇറ്റ്സ് ഷെയർസ്. ഓക്കെ. അടുത്തത് തന്നേക്കാണ് എന്താണ്? പ്രൈവറ്റ് കമ്പനി പ്രൊഹിബിറ്റ്സ് ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ സെക്യൂരിറ്റി. പ്രൈവറ്റ് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? അതായത് ഇൻവിറ്റേഷൻസ് കൊടുക്കാൻ, അതായത് പബ്ലിക് കമ്പനികൾക്ക്, പബ്ലിക്കിന് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, സെക്യൂരിറ്റീസ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഇൻവിറ്റേഷന് പ്രൊഹിബിഷൻ ഉണ്ട്. ഏതിനെ സംബന്ധിച്ചിടത്തോളം? പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അടുത്ത എന്താണ്? ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി, the maximum number of members in a private company can be 200 excluding employees. എംപ്ലോയീസ് ഒഴികെ എന്താണ് 200 മെമ്പേഴ്സ് വരെ മാത്രമേ എവിടെയാകാൻ പാടുള്ളൂ? പ്രൈവറ്റ് കമ്പനിയിൽ ആകാനായിട്ട് പറ്റുള്ളൂ മാക്സിമം. മക്കളെ, ഇത് നമ്മൾക്ക് എന്താ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? നമ്മൾ പ്രൈവറ്റ് കമ്പനിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, ടൈപ്സ് ഓഫ് കമ്പനീസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 68 ആണ് ഏതിൽ? കമ്പനീസ് ആക്ടില് പ്രൈവറ്റ് കമ്പനിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഏതാണ്? ഡി ആണ്. 1, 2, 3 അല്ലെ. All 3 conditions are essential for private company. The restrictions on the share transfer, no public invitation
and limits to 200 members excluding the employees and ex-employees who continue as members. അല്ലെ, അതായത് എംപ്ലോയീസോ അല്ലെങ്കിൽ എക്സ് എംപ്ലോയീസോ മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് അവരെ ഇൻക്ലൂഡ് ചെയ്യത്തില്ല, അവരൊഴികെ 200 മെമ്പേഴ്സ് വരെ ആകാം. ഓർത്ത് വെച്ചോണം കേട്ടോ, ഈ ഒരു കാര്യം ഓർത്ത് വെച്ചോണം. റെസ്ട്രിക്ഷൻസ് ഓൺ ദി ഷെയർ ട്രാൻസ്ഫർ, അതായത് കംപ്ലീറ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്യുകയല്ല ചെയ്തേക്കുന്ന, റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഷെയർ ട്രാൻസ്ഫറിൽ. അതുപോലെ തന്നെ നോ പബ്ലിക് ഇൻവിറ്റേഷൻ, പബ്ലിക് ഇൻവിറ്റേഷൻസ് എന്തില്ല, എവിടെ ഇല്ല, പ്രൈവറ്റ് കമ്പനിയിൽ ഇല്ല. അതുപോലെ തന്നെ എന്താണ് ലിമിറ്റ്, മെമ്പേഴ്സിന്റെ ലിമിറ്റ് എത്രയാണ്, 200 ആയിരിക്കും. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്തത് നോക്കിയേ, ഇത് നമ്മുടെ STOക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പ്രീവിയസ് ഇയറിലെ STOക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഇൻ റെസ്പെക്ട്സ് ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ക്യാഷ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. ആണോ? ഇംപ്രസ്ഡ് സിസ്റ്റം വരുന്നത് ഏതിലാണ്? സിംഗിൾ കോളം ക്യാഷ് ബുക്കിലാണോ? അല്ല. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡിലും, അതായത് റെസീപ്റ്റ് സൈഡിലും പേയ്മെന്റ് സൈഡിലും ഓരോ എമൗണ്ട് കോളങ്ങൾ വീതമുള്ള ക്യാഷ് ബുക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഓരോ എമൗണ്ട് കോളം വീതമുള്ളത്. ഇംപ്രസ്ഡ് സിസ്റ്റം അനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഏതാണ്? പെറ്റി ക്യാഷ് ബുക്ക് ആണ്. ഏത് ക്യാഷ് ബുക്ക് ആണ്? പെറ്റി ക്യാഷ് ബുക്ക് ആണ്. പെറ്റി ക്യാഷ് ബുക്ക് ഈ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം തന്നെ മുൻകൂട്ടിയായിട്ട് പെറ്റി ക്യാഷ് ഒക്കെ എന്ത് കൊടുക്കും? ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് മണി കൊടുത്തിട്ട് ആ എമൗണ്ട് വെച്ചാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ആ ഒരു പെറ്റി ക്യാഷ് മുഴുവൻ ഡീല് ചെയ്യുന്നത്, അല്ലെ പെറ്റി ക്യാഷ് ട്രാൻസാക്ഷനുകൾ ഫുള്ള് ഡീല് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക എന്താണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇംപ്രസ്ഡ് സിസ്റ്റം അനുസരിച്ചുള്ള സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത നോക്കി, കോൺട്രാ എൻട്രി വിൽ അപ്പിയർ ഇൻ ദി ഡബിൾ കോളം ക്യാഷ് ബുക്ക്. കോൺട്രാ എൻട്രി എവിടെയാണ്? ഡബിൾ കോളം ക്യാഷ് ബുക്കിലാണ് അപ്പിയർ ചെയ്യുന്നത്, ശരിയല്ലേ? അതായത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും, റെസീപ്റ്റ് സൈഡിലും പേയ്മെന്റ് സൈഡിലും എത്ര എമൗണ്ട് കോളങ്ങൾ വീതമുണ്ട്? 2 എമൗണ്ട് കോളങ്ങൾ വീതമുണ്ട്, അല്ലെ? ഒന്നെന്തിനുള്ളതാണ്? ക്യാഷിന്, ഒന്നെന്തിനുള്ളതാണ്? ബാങ്കിന്. ക്യാഷ്, ബാങ്ക്, അങ്ങനെ 2 എമൗണ്ട് കോളം വീതം 2 സൈഡിലും ഉള്ള ക്യാഷ് ബുക്ക് ആണ് ഇതെന്ന് പറയുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അതായത് ഒരു ട്രാൻസാക്ഷനിൽ തന്നെ ക്യാഷും ബാങ്കും വരികയാണ് എങ്കിൽ, റെസീപ്റ്റ്സിലോ അല്ലെങ്കിൽ ഡെബിറ്റിലും ക്രെഡിറ്റിലുമായിട്ട് ക്യാഷും ബാങ്കും ആണ് ഒരു ട്രാൻസാക്ഷനകത്ത് വരുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. അതായത് ഒരു ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്തു, ക്യാഷ് വന്നു, ബാങ്ക് പോയി, അല്ലെ? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്, ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് ഇട്ടു, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. അപ്പൊ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനകത്ത് എന്തൊക്കെയാ വരുന്നത്? ക്യാഷും ബാങ്കും ആയിരിക്കും വരുന്നത്, അല്ലെ? അങ്ങനെ വരികയാണ് എങ്കിൽ, ഒരു ജേണൽ എൻട്രിയിൽ തന്നെ ക്യാഷും ബാങ്കും വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസാക്ഷനുകളെയാണ് എന്തെന്ന് പറയുന്നത്? കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ട്രാൻസാക്ഷനെയാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. അത് അപ്പിയർ ചെയ്യുന്ന ഒന്നാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ, അത് കോമൺ ആയിട്ട് കാണാറുണ്ട്, ശരിയാണ്. അടുത്താണ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് വിൽ കണ്ടെയ്ൻ 3 കോളംസ്. അതെ, ട്രിപ്പിൾ കോളം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, 3 എമൗണ്ട് കോളങ്ങളാണ്, ക്യാഷ്, ബാങ്ക്, ഡിസ്കൗണ്ട്, ശരിയാ, അല്ലെ? അപ്പൊ ഏതാണ്? 2ഉം 3ഉം ശരിയാണ്, 1 തെറ്റാണ്. അപ്പൊ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, അല്ലെ? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ only 1 money column on each side, debit side receipts and credit side payment, and the record only the cash transaction, not the bank or discount transaction. ബാങ്ക് ട്രാൻസാക്ഷനോ ഡിസ്കൗണ്ട് ട്രാൻസാക്ഷനുകളോ ഒന്നും ഇതിൽ വരില്ല, സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ വരത്തില്ല. ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇസ് എ മെത്തേഡ് യൂസിങ് എന്താണ്? സ്പെഷ്യലി ഫോർ പെറ്റി ക്യാഷ് മാനേജ്മെന്റ്. പെറ്റി ക്യാഷ് മാനേജ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ഒരു സിസ്റ്റമാണ് എന്ന് പറയുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. വേറെ ഫിക്സഡ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഇംപ്രസ്ഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈസ് ഗിവൺ ടു ദ പെറ്റി ക്യാഷ്. പെറ്റി ക്യാഷ് ഒക്കെ മുൻകൂറായിട്ട് കൊടുക്കുന്നുണ്ട് ടു സ്റ്റാർട്ട് ദ പീരീഡ്. ആ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം അത് എന്തിനു വേണ്ടിയാണ്? അറ്റ് ദ എൻഡ് ആകുമ്പോഴത്തേക്കിന് അയാൾ ആ ഒരു എമൗണ്ട് കൊണ്ട് എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്ത് ബാക്കി എത്രയുണ്ട് അല്ലെങ്കിൽ ഇനി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഈസ് നോട്ട് എ പെറ്റി ക്യാഷ് ബുക്ക്. ദ ഇംപ്രസ്ഡ് സിസ്റ്റം ഈസ് നോട്ട് യൂസിങ് ഇൻ പെറ്റി ക്യാഷ് എന്നാണ്. ഈ പെറ്റി ക്യാഷ് ബുക്കിൽ മാത്രമാണ് ഇംപ്രസ്ഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്, സിംഗിൾ കോളത്തിൽ വരില്ല.
ആൻഡ് കോൺട്രാ എൻട്രിയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. കോൺട്രാ എൻട്രിയെ സംബന്ധിച്ചിടത്തോളം ഡബിൾ കോളം ക്യാഷ് ബുക്ക് കണ്ടെയ്ൻസ് ദ 2 columns each side. One is cash and another one is bank. Contra entry means a single transaction that affects both the cash and bank account. And എന്താണ് ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അല്ലെ ക്യാഷ് വിഡ്രോ ഫോർ ബാങ്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഈ രണ്ടും ക്യാഷും ബാങ്കും ആയിരിക്കും ഡെബിറ്റിലും ക്രെഡിറ്റിലും ആയിട്ട് വരുന്നത്. സോ അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകളെയാണ് കോൺട്രാ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ. കോമൺ ആയിട്ട് ഇത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരുന്നതാണ്. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ 3 കോളംസ് വരുന്നുണ്ട്. ക്യാഷ് കോളം വരുന്നുണ്ട്, ബാങ്ക് കോളം വരുന്നുണ്ട്, ഡിസ്കൗണ്ട് കോളം വരുന്നുണ്ട്. ഈച്ച് സൈഡ് 2 സൈഡിലും വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട്സ് ടു ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഓഫ് എ കമ്പനി. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ മക്കളെ ഓർത്ത് വെക്കുക. റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ, ഓൾറെഡി ഉള്ള ഒരു പാർട്ണർ റിട്ടയർ ആകുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഡെത്ത് സംഭവിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള റീഓർഗനൈസേഷൻ നടത്തുന്ന സമയത്ത് ഒക്കെ എന്ത് നടക്കാറുണ്ട്? ഈ ഒരു ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, അതായത് നമ്മുടെ എന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയ്ക്ക് അകത്ത് മാറ്റം വരിക, അല്ലെങ്കിൽ നമ്മുടെ അസറ്റ്സ് ലയബിലിറ്റീസിനകത്ത് മാറ്റം വരുത്തുക, അല്ലെങ്കിൽ നമ്മൾ ഷെയറുകൾ റിഡീം ചെയ്യുക, ഷെയറുകൾ ഫോർഫീച്ചർ നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്കിന് ഇന്റേണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റീഓർഗനൈസേഷനെയാണ് എന്തെന്ന് പറയുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇന്റേണൽ റീകൺസ്ട്രക്ഷന്റെ കേസിൽ ലിക്വിഡേഷനുകളും സംഭവിക്കത്തില്ല, ഫോർമേഷനുകളും സംഭവിക്കത്തില്ല. ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഇന്റേണൽ ആണ്, അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കത്തില്ല? ലിക്വിഡേഷനും നടക്കത്തില്ല, ഫോർമേഷനും നടക്കത്തില്ല. ഇന്റേണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റീഓർഗനൈസേഷനെയാണ് എന്തെന്ന് പറയുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. there will be a comprehensive ഓവർ ഹൗസിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് അസറ്റ്സ് ലയബിലിറ്റീസിനും ഒക്കെ എന്താണ് മാറ്റങ്ങൾ വരികയാണ്, ഓവർ വാല്യൂ ചെയ്യുക, അല്ലെങ്കിൽ അതിനൊക്കെ എന്താണ് റീവാല്യൂ നടത്തുകയാണ്. അതൊക്കെ ഏതിനകത്ത് വരുന്നതാണ്? ഇന്റേണൽ റീകൺസ്ട്രക്ഷനകത്ത് വരുന്നതാണ്. ആൻഡ് എക്സിസ്റ്റിംഗ് കമ്പനി ഈസ് ലിക്വിഡേറ്റഡ്. ആൻഡ് അപ്പൊ ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഒരു പുതിയ കമ്പനിയായിട്ട് ഫോം ചെയ്ത അസറ്റ്സ് ലയബിലിറ്റീസ് ഏറ്റെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണോ? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ത് സംഭവിക്കത്തില്ല? ലിക്വിഡേഷൻ സംഭവിക്കത്തില്ല. അത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്. ആൻഡ് ദെൻ അടുത്ത നോക്കിയേ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് റെഡ്യൂസ്ഡ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തു. ആൻഡ് സെയിം ഈസ് യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ദ അക്യുമുലേറ്റഡ് ലോസസ്. അക്യുമുലേറ്റഡ് ലോസസ് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്തു. അപ്പൊ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനർത്ഥം എന്താണ്? ഇന്റേണൽ ആയിട്ടുള്ള റീകൺസ്ട്രക്ഷൻ ആണ് നടന്നിരിക്കുന്നത്. അത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? അക്യുമുലേറ്റഡ് ലോസസ് പേ ഓഫ് ചെയ്തു എന്ന് പറയുമ്പോഴും, റൈറ്റ് ഓഫ് ചെയ്തു എന്ന് പറയുമ്പോഴും അവിടെ എന്താണ്? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റീ അറേഞ്ച്മെന്റ് ആണ്. അടുത്ത നോക്കിയേ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് സറണ്ടർ ദ സം പോർഷൻ ഓഫ് ദെയർ ഷെയർ. അവരുടെ ഷെയറിൽ കുറച്ച് പോർഷൻ അവർ എന്ത് ചെയ്തു? സറണ്ടർ ചെയ്തു. ഷെയറുകൾ സറണ്ടർ ചെയ്യുക. ഇന്റേണൽ ആയിട്ടുള്ള റീകൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ? ആൻഡ് ദ എമൗണ്ട് വിൽ ബി യൂസ്ഡ് ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സിന് സെറ്റിൽ ചെയ്യാനായിട്ട് ആ എമൗണ്ട് യൂസ് ചെയ്തു. ഇവിടെയും ഫിനാൻഷ്യൽ ആയിട്ടുള്ള റീഓർഗനൈസേഷൻ ആണ്. സോ വരും. അപ്പൊ 2 വരത്തില്ല. 1, 3, 4. 1, 3, 4 ഏത് വരും? 1, 3, 4. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതിന്റെ ഓപ്ഷനുകളാണ്, 4 ഓപ്ഷനുകളുമാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മളുടെ STOയ്ക്ക് തന്നെ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയിൽസ് ടാക്സ് ഓഫീസറിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടേക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, സെയിം പോർഷൻ നമുക്കും ഉണ്ട് അല്ലെ. അവിടെ നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. താഴെ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് ട്രൂ ആയിട്ടുള്ളത്? കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെ. കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റിംഗ് പ്ലസ് ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് പ്ലസ് അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. ശരിയാ അല്ലെ? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേരുന്നല്ലേ. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം കോസ്റ്റ് ആയി എന്ന് അസർടൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സുകളൊക്കെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ്, ഒരുപാട് കോസ്റ്റ് കൺട്രോൾ മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. അതുപോലെ തന്നെ അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അസർടൈൻ ചെയ്യാനായിട്ടാണ് അല്ലെ. കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയാണ്? എത്രത്തോളം കോസ്റ്റ് ആയി എന്ന് അറിഞ്ഞാലേ ഉള്ളൂ അതിനനുസരിച്ചുള്ള ഒരു പ്രൈസ് നമുക്ക് ഒരു പ്രൊഡക്റ്റിന് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അത് ശരിയാണ്. അടുത്ത നോക്കിയാൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് aims at ascertaining actual cost. Historical cost ascertaining the actual cost, whereas the standard cost aims at cost control. Standard cost aims at
കോസ്റ്റ് കൺട്രോൾ. ശരിയാണോ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എയിം ചെയ്യുന്നത് അല്ലെ അസർട്ടൈൻ ചെയ്യാനായിട്ട്, ആക്ച്വൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ടാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എയിം ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എയിം ചെയ്യുന്നത് എന്തിനാണ്? കോസ്റ്റ് കൺട്രോളിനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. മൂന്നാമത്തെ നോക്കിയേ, മാർജിനൽ കോസ്റ്റിംഗ് കൺസിഡർ ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഫോർ ഇമ്പോർട്ടന്റ് ഡിസിഷൻ മേക്കിംഗ്. തെറ്റല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അല്ലെ. ഏത് പഠിച്ചപ്പം? കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പഠിച്ച സമയത്ത് മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ ഭയങ്കരമായിട്ട് പഠിച്ചിരുന്നു. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു വന്നേ. അതിൽ നിന്ന് എത്ര ഡെപ്തി ക്വസ്റ്റ്യൻ വന്നാലും നമ്മുടെ കുട്ടികൾ ചെയ്യുമായിരുന്നു. അതുപോലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വന്നായിരുന്നു. മാർജിനൽ കോസ്റ്റിംഗ് കൺസിഡർ ദ ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ. ആണോ? ഫിക്സഡിനെ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഫിക്സഡിനെ കൺസിഡർ ചെയ്യുന്നില്ല. ഫിക്സഡിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? പീരീഡ് കോസ്റ്റ് ആയിട്ടാണ്. പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് എന്തിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? വേരിയബിൾ കോസ്റ്റിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് ഏതിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? വേരിയബിൾ കോസ്റ്റിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഫിക്സഡ് കോസ്റ്റിനെ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇവിടെ വരുമ്പോ എങ്ങനെയാണ്? തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നോക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെ. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടെക്നിക്സ് ഓഫ് ഡിറ്റർമിനിങ് ദ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ്. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്സ് ആണ് എന്തിനു വേണ്ടിയുള്ളത്? ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെ ഒരു ജോബ്, ഒരു സർവീസസിൽ എത്രത്തോളം കോസ്റ്റ് ഉണ്ടായി എന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ യൂസിങ് ദ ടൂൾ ടു കോസ്റ്റ് വിത്തിൻ ആൻ അക്സെപ്റ്റബിൾ ടേംസ്, അതായത് ബഡ്ജറ്ററി കൺട്രോളിന്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, വേരിയൻസ് അനാലിസിസ്, ഇൻവെന്ററി കൺട്രോൾ, കോസ്റ്റ് ഓഡിറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് എന്താണ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇതില് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. ആൻഡ് അസർട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ എത്രത്തോളം കോസ്റ്റ് ഉണ്ട് എന്ന് അറിഞ്ഞാലേ അതിന് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അവിടെ എന്താണ്? അങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്താലേ ഉള്ളൂ എന്താണ് പ്രോഫിറ്റ് എത്രത്തോളം മേക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കോസ്റ്റ് അക്കൗണ്ടിന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എയിംസ് ടു അസർട്ടൈൻ ദ ആക്ച്വൽ കോസ്റ്റ് അല്ലെ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? കഴിഞ്ഞു പോയതാണ്. ആ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തിനാണ്? എത്രത്തോളം കോസ്റ്റ് ആയി എന്ന് മനസ്സിലാക്കാനാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ആ എയിം സെറ്റ് കോസ്റ്റ് കൺട്രോളിനുണ്ട്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് റെക്കോർഡ്സ് ദ ആക്ച്വൽ കോസ്റ്റ് ഇൻക്ലൂഡ്, എത്രത്തോളം ആക്ച്വൽ ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ടായി എന്നതിനെയാണ് ഏതിൽ പറയുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗിൽ പറയുന്നത്. എന്നാൽ ഇറ്റ്സ് പർപ്പസ് ഈസ് ടു മെഷർമെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് വാട്ട് ഹാസ് ബീൻ സ്പെൻഡ്, അതായത് ഓരോ കാര്യത്തിന് വേണ്ടിയും എത്ര രൂപ നമ്മൾ സ്പെൻഡ് ആയിട്ടുണ്ട് അല്ലെ നമ്മളുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, എത്രത്തോളം കോസ്റ്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് യൂസ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ചെയ്യാണ്. നമ്മളൊരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്ത് അത് എത്രത്തോളം വേരിയേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയാണ്. അതും ശരിയാണ്. മാർജിനൽ കോസ്റ്റിംഗിന്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു, ഓൾറെഡി ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ എക്സ്പ്ലെയിൻ ചെയ്താണ്. മാർജിനൽ കോസ്റ്റിംഗിനകത്ത് എന്ത് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ? വേരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് ഫിക്സഡ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നത് എന്തായിട്ടാണ്? പീരീഡ് കോസ്റ്റ് ആയിട്ടാണ്. ഫിക്സഡ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? പീരീഡ് കോസ്റ്റ് ആണ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് അവർ യൂസ് ചെയ്യുന്ന ഏത് മാത്രമാണ്? വേരിയബിൾ കോസ്റ്റ് മാത്രമാണ്. ബിക്കോസ് വേരിയബിൾ കോസ്റ്റിനെ അവർ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ? പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓർത്ത് വെച്ചോണേ, കൃത്യമായിട്ട് പഠിച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും STOയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിട്ടുണ്ട് 15,000, ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട് 20,000, ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് എത്രയാണ്? 10,000 ആൻഡ് ഓവർ ഹെഡ് തന്നിട്ടുണ്ട് 25,000. ദെൻ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നുള്ളൂ. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് പ്രൈം കോസ്റ്റ് ആണ്. എന്തെടുക്കത്തില്ല? ഓവർ ഹെഡ് എടുക്കത്തില്ല. ബാക്കി 3 എണ്ണം കൂടി ആഡ് ചെയ്താൽ പോരെ. കണ്ടോ, ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. ഇതൊക്കെ എല്ലാവരും ശരിയാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ബേസിക് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് നോളജ് ഉള്ള എല്ലാവരും ഇത് ശരിയാക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ ഒന്നും നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കരുത്. നല്ലപോലെ പഠിക്കുന്ന ആളുകളാണ് അല്ലെ, നമ്മളൊരു കോച്ചിങ് ഒക്കെ എടുത്ത് കൃത്യമായ ഒരു സ്റ്റാൻഡേർഡോടുകൂടി പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യനുകളൊന്നും ഒരു കാരണവശാലും തെറ്റിക്കരുത്. ഇതൊക്കെ എല്ലാവരും ശരിയാക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. എല്ലാവരും ശരിയാക്കുന്ന ക്വസ്റ്റ്യനുകൾ നമ്മൾ ശരിയാക്കണം. കൂടാതെ എന്താണ് ആൾക്കാർ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഇത് അവർക്ക് നെഗറ്റീവ് അടിക്കാൻ സാധ്യത അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളും കൂടി നമ്മൾ ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? റാങ്കിൽ ഏറ്റവും ഉയരത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അഡ്വൈസ് വന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്ന് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും.
ഇത് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ആഡ് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് 25,000 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. അക്കൗണ്ടിങ് ഈസ് ടേംഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. Accounting is termed as the language of business because it communicate the financial information to stakeholders. അക്കൗണ്ടിങ്ങിനെ എന്തായിട്ടാണ് പറയുന്നത്? ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആയിട്ടാണ് പറയുന്നത്. ബിക്കോസ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനേക്ക്. ശരിയാണ് അല്ലേ? അടുത്ത നോക്കിയാൽ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് ആർ സിനോണിമസ് ടേംസ് ആണോ? അല്ല. സെയിം ആയിട്ടുള്ള ടേംസ് ആണോ? അല്ല. വിത്ത് ആർ നോ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. സെയിം അല്ല. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റെക്കോർഡിംഗ് മാത്രമേ ഉള്ളൂ. അക്കൗണ്ടിങ്ങിനകത്ത് റെക്കോർഡ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അക്കൗണ്ടിങ് കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ടേം ആണ്. സോ എന്താണ് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. 1 മാത്രമാണ് ശരി. ഓക്കെ, ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അടുത്ത നോക്കിയേ, അക്കൗണ്ടിങ് ഈസ് അസേർഷൻ ആയിട്ട് ചോദിക്കുകയാണ്. അക്കൗണ്ടിങ് ഈസ് കോൾഡ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് because it systematically record and summarize and communicate the financial information. ശരിയല്ലേ? അതായത് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സമ്മറൈസ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. റീസൺ പറഞ്ഞേക്കാണ് അക്കൗണ്ടിംഗ് ഈസ് only involves the routine clerical works of recording the day-to-day transaction without interpretation. ഇവിടെ നോക്കിയേ, only involves in routine clerical works ആണോ? അതുപോലെ തന്നെ വിത്തൗട്ട് ഇന്റർപ്രിട്ടേഷൻ ആണോ? അല്ല, തെറ്റാണ് അല്ലെ. റീസൺ എന്താണ്? തെറ്റാണ്. അസേർഷൻ ട്രൂ ആണ് അല്ലെ. അസേർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫോൾസ്. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഇവിടെ നോക്കിയാൽ അക്കൗണ്ടിംഗ് ആസ് ദ സയൻസ് establish the cause effect relationship using the principles like double entry principles ഒക്കെ പോലെ cause and effect relationship പറയുന്ന ഒന്നാണ് അക്കൗണ്ടിങ്. അതുകൊണ്ട് അക്കൗണ്ടിങ് ആസ് എ സയൻസ് എന്ന് പറയാനായിട്ട് പറ്റും. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. അക്കൗണ്ടിങ്ങിന് ഒരു ആർട്ട് എന്ന് പറയാനായിട്ട് പറ്റും. റിക്വയേഴ്സ് ദ സ്കിൽസ് ആൻഡ് ജഡ്ജ്മെന്റ്സ് ഓഫ് അപ്ലൈയിങ് പ്രിൻസിപ്പിൾസ്. ആ പ്രിൻസിപ്പിൾസുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള സ്കില്ലുകൾ, ജഡ്ജ്മെന്റുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിന് എന്തെന്ന് പറയാനായിട്ട് പറ്റും? ആർട്ട് എന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് ദെൻ പറഞ്ഞേക്കാണ് അക്കൗണ്ടിങ് ആസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം. അക്കൗണ്ടിങ്ങിന് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയാനായിട്ട് പറ്റും. ഇൻവോൾവ്സ് ദ ട്രാൻസ്മിറ്റിംഗ് ദ ഇൻഫർമേഷൻ ത്രൂ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ടു യൂസേഴ്സ്. അതായത് ഇൻഫർമേഷനുകൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് യൂസേഴ്സിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിന് എന്തെന്ന് പറയാനായിട്ട് പറ്റും? ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ അക്കൗണ്ടിങ് ആസ് എ പ്രൊഫഷൻ. അക്കൗണ്ടിങ്ങിന് ഒരു പ്രൊഫഷൻ എന്ന് പറയാനായിട്ട് പറ്റും. ആസ് ദ സെയിം ആസ് ബുക്ക് കീപ്പിംഗ് ആണോ? സെയിം ആസ് ബുക്ക് കീപ്പിംഗ് ആണോ? അല്ല. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? എ ആണല്ലേ. 1, 2, 3 അല്ലെ. അക്കൗണ്ടിങ് ആസ് എ പ്രൊഫഷൻ എന്നുള്ളത് എന്താണ്? ബുക്ക് കീപ്പിംഗുമായിട്ട് സെയിം ആണെന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒള്ളി എന്താണ്? ഒരു സബ്സെറ്റ് മാത്രമാണ്. അക്കൗണ്ടിങ്ങിന്റെ ഒരു പാർട്ട് മാത്രമാണ് എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയേ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അണ്ടർ ക്യാഷ് സിസ്റ്റം നമ്മൾ സിസ്റ്റംസ് പഠിച്ചാണ്, ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ്. അതിലെ ഫസ്റ്റ് വൺ ആണ് ക്യാഷ് സിസ്റ്റം. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് വെൻ ദ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. ശരിയാണ് അല്ലെ. ആൻഡ് മെർക്കന്റൈൽ സിസ്റ്റം recognize the expenses when incurred and income when earned. And cash system reflects the true profit വരുന്നുണ്ടോ? ഇല്ല അല്ലെ. ക്യാഷ് സിസ്റ്റത്തിനകത്ത് റിഫ്ലെക്ട്സ് ദ ട്രൂ പ്രോഫിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. അതായത് ക്യാഷ് സിസ്റ്റത്തിനകത്ത് ക്യാഷ് പരമായിട്ടുള്ള പണപരമായിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പ്രീപെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇഗ്നോർ ചെയ്യുന്നുണ്ട്. സോ അത് ട്രൂ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നില്ല, തെറ്റാണ്. മെർക്കന്റൈൽ സിസ്റ്റം കംപ്ലൈൻസ് വിത്ത് ദ അക്രൂവൽ കോൺസെപ്റ്റ്, അതും ശരിയാണ്. ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? 1, 2, 4 ആണ്. 3 തെറ്റാണ്. ഓക്കെ ആണല്ലോ ക്യാഷ് സിസ്റ്റത്തിന്റെ കേസസിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ്. ദ കോസ്റ്റ് കോൺസെപ്റ്റ് റെക്കോർഡ് ദ അസറ്റ്സ് അറ്റ് ഒറിജിനൽ പർച്ചേസ് പ്രൈസ്. കോസ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അസറ്റ്സ് റെക്കോർഡ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ഒറിജിനൽ പർച്ചേസ് പ്രൈസിൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത പറഞ്ഞേക്കാണ് കൺസർവേറ്റിസം കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രൊവിഡൻസ് കൺവെൻഷൻ റെക്കഗ്നൈസ് ദ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ആണോ? റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്താണ്? ആന്റിസിപ്പേറ്റഡ് ലോസ് ആണ് അല്ലെ, പ്രോഫിറ്റ് അല്ല. അപ്പൊ അത് തെറ്റാണ്. ഇനി എന്താണ്? കൺസിസ്റ്റൻസി കൺവെൻഷൻ എൻഷുർ ദ കമ്പയറബിലിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ ഡേറ്റ അക്രോസ് ദ പീരീഡ്. ആൻഡ് മെറ്റീരിയാലിറ്റി അലൗസ് ദ
ഇഗ്നോറിങ് മെറ്റീരിയാലിറ്റിക്ക് അത് എന്താണ് ചെറിയ ചെറിയ വാല്യൂസ് അല്ലെ, ട്രൈവൽ ആയിട്ടുള്ള ഐറ്റംസിന്റെ ചെറിയ ചെറിയ വാല്യൂസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ഏതാ തെറ്റായിട്ടുള്ളത്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റായിട്ടുള്ളത്? only 2 is incorrect. ഏതാണ് ഇൻകറക്റ്റ് എന്നാ ചോദിച്ചിരുന്നത്? only 2 ആണ് ഇൻകറക്റ്റ് ആയിരുന്നത്. അടുത്ത നോക്കിയേ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം improve the efficiency by automating the repetitive task. ശരിയാ അല്ലെ, repetitive ആയിട്ടുള്ള ടാസ്കുകൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. such a system eliminate the need for period reconciliation. നോ, തെറ്റാണ്. എലിമിനേറ്റ് അല്ല, അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് തന്നെയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റായിട്ടുള്ളതാണ് അല്ലെ. ഓപ്ഷൻ സി ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓട്ടോമേറ്റഡ് ടാസ്ക് ഇംപ്രൂവിംഗ് ദ എഫിഷ്യൻസി ബട്ട് പീരിയോഡിക് reconciliations are still necessary for the accuracy and error detection. അടുത്ത നോക്കിയേ, അക്കോർഡിംഗ് ടു ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ദെയർ ഫെയർ മാർക്കറ്റ് വാല്യൂ. ആണോ? ഫെയർ മാർക്കറ്റ് വാല്യൂലാണോ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച്? അല്ല. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് എന്താ പറയുന്നത്, ഒരു അസറ്റ് വാങ്ങുന്ന അതിന്റെ ഒറിജിനൽ പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ പർച്ചേസ് പ്രൈസ് എന്താണോ അത് ഇൻസ്റ്റാൾ ചെയ്ത് അത് പ്രവർത്തനം ആരംഭിക്കുന്നതിനും വരെയുള്ള, അതായത് പർച്ചേസ് പ്രൈസ് പ്ലസ് എത്രയാണ് അതിന് ഉണ്ടായേക്കുന്ന ആ ഒരു എക്സ്പെൻസ്, അത് ഇൻസ്റ്റാൾ ചെയ്ത് അത് പ്രവർത്തനം ആരംഭിക്കുന്നതിനും വരെയുള്ള എക്സ്പെൻസ്, അതായിരിക്കും ആ ഒരു എന്താണ് അസറ്റിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത്. അല്ലാതെ മാർക്കറ്റിൽ അതിന് എത്രയുണ്ട് വാല്യൂ എന്നുള്ളതല്ല റെക്കോർഡ് ചെയ്യുന്നത്. സോ അസേർഷൻ തെറ്റാണ്. റീസൺ നോക്കിയാൽ this principle ensure the consistency and avoid the subjective valuation in accounting. ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. The historical cost principles requires the recording assets at original purchase price, not fair market value. The reason is true as they ensure the objectivity and consistency. അല്ലെ, എന്തുകൊണ്ടാണ് ഒബ്ജക്ടിവിറ്റിയും കൺസിസ്റ്റൻസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്ത നോക്കിയേ മാച്ച് ദ മോട്ടീവ്സ് ഓഫ് ക്യാഷ് വിത്തിൻ ദെയർ പർപ്പസ്. ഇവിടെ നോക്കിയേ, മോട്ടീവ്സ് ടു ഹോൾഡ് ക്യാഷ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസാക്ഷൻ മോട്ടീവ് ഉണ്ട്, പ്രിക്വേഷണറി മോട്ടീവ് ഉണ്ട്, സ്പെക്യുലേറ്റീവ് മോട്ടീവ് ഉണ്ട്, കോമ്പൻസേഷൻ മോട്ടീവ് ഉണ്ട്. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. കോമ്പൻസേഷൻ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളിൽ നമ്മളൊരു മിനിമം ആയിട്ട് ബാലൻസ് കീപ്പ് ചെയ്യലേ, അതിനെയാണ് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. ഡേ ടു ഡേ ആയിട്ടുള്ള ട്രാൻസാക്ഷനുകൾ, ഡേ ടു ഡേ ആയിട്ടുള്ള ഇടപാടുകൾ മീറ്റ് ചെയ്യാനായിട്ട് ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന അൺസർട്ടനിറ്റീസ്, ലോസസ്, എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നതിനെയാണ് പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന അവസരങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി വിനിയോഗിക്കാനായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. സോ കണക്ട് ചെയ്യത്തില്ലേ മക്കളെ? ഈസി ആയിട്ട് കണക്ട് ചെയ്തില്ലേ? ട്രാൻസാക്ഷൻ മോട്ടീവ് എന്തായിരുന്നു? മീറ്റ് ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അല്ലെ, ഡേ ടു ഡേ ഓപ്പറേഷൻസ്. പ്രിക്വേഷണറി മോട്ടീവ് എന്താണ് മീറ്റ് ദ അൺഫോർസീൻ അല്ലെ, അൺഫോർസീൻ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന അൺസർട്ടനിറ്റീസിനെയൊക്കെ മീറ്റ് ചെയ്യാനായിട്ടാണ് എന്ന് പ്രിക്വേഷണറി മോട്ടീവ്. സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോൾഡ് ക്യാഷ് ഫോർ പ്രോഫിറ്റ് അല്ലെ, നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന അവസരത്തിന് വേണ്ടി, അതാണ്. കോമ്പൻസേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? നമ്മളുടെ എന്താണ് ബാങ്കിന്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഏതാണ്? എ ആണ് വരുന്നത് അല്ലെ. ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ റുട്ടീൻ പേയ്മെന്റ്സ് ആണ്, പ്രിക്വേഷണറി എന്ന് പറഞ്ഞാൽ എമർജൻസീസ് ആണ്, സ്പെക്യുലേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ചാൻസസ് ആണ്, കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് റിക്വയർമെന്റ്സ് ആണ്. ഓക്കെ ആണല്ലോ, മനസ്സിലാകുന്നുണ്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ സൈസ് ഓഫ് റിസീവബിൾസ്? Which of the following factors influence the size of receivables? നോക്കിയേ, level of sale, credit policy, terms of trade, depreciation policy. ഇതിൽ ഏതെല്ലാം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു റിസീവബിൾസിനെ, സൈസ് ഓഫ് റിസീവബിൾസിനെ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. ABC, അതായത് സൈസ് ഓഫ് റിസീവബിൾസ് ഡിപ്പെൻഡ് ഓൺ ദി സെയിൽസ് വോളിയം, ക്രെഡിറ്റ് പോളിസി, ട്രേഡ് ടേംസ്. ഡിപ്രീസിയേഷൻ വരുമോ? ഡിപ്രീസിയേഷൻ പോളിസി ഡസ് നോട്ട് അഫക്ട്സ് ദ റിസീവബിൾസ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് the 5 C's of credit analysis. നമുക്കറിയാം ക്രെഡിറ്റ് അനാലിസിസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. 5 C's of credit analysis are character, capacity, capital, collateral and ഏതാണ്? collateral and ക്രെഡിറ്റ് വർത്തിനെസ് ആണോ? അല്ല. കണ്ടീഷൻ ആണോ? അതോ ക്യാഷ് ഫ്ലോ ആണോ? അതോ കമ്മിറ്റ്മെന്റ് ആണോ? ഏതാണ്?
ഏതാണ്? വളരെ സിമ്പിൾ ആണ്. നമ്മളിവിടെ എന്താണ്? ക്രെഡിറ്റ് അനാലിസിസ് ആണ്. സോ അവിടെ ആൻസർ വരുന്ന കണ്ടീഷൻ ആണ്. ഓർക്കണം കേട്ടോ. 5 C's അറിയത്തില്ലാത്തവർ ഇപ്പൊ തന്നെ എഴുതി വെച്ചോണം. ക്രെഡിറ്റ് റേറ്റിംഗുമായിട്ട് അല്ലെ ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള 5 C's വരുന്ന ഏതൊക്കെയാണ്? ക്രൈറ്റീരിയ, എന്താണ്, ടു സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയ ടു ഇവാലുവേറ്റ് ക്രെഡിറ്റ് വർത്തിനെസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയക്കകത്ത് വരുന്ന 5 C's ആണ്. ക്യാരക്ടർ, കപ്പാസിറ്റി, ക്യാപിറ്റൽ, കൊളാറ്ററൽ ആൻഡ് കണ്ടീഷൻസ്. മനസ്സിലായോ? ഇതെല്ലാം നമുക്ക് എന്താണ്? വന്നു പോയ കുറെ അധികം ക്വസ്റ്റ്യനുകളാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഇടയ്ക്കായിട്ട് ഈ കഴിഞ്ഞു പോയേക്കുന്ന കുറെ അധികം എക്സാമുകളുണ്ട് അല്ലെ, കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള. അതായത് ഈ സിലബസുകൾ പലയിടത്തായിട്ട് വരുന്നത് എല്ലാം ബികോംകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. പക്ഷെ എന്താണ്, നമ്മളുടെ ബികോമിന്റെ ഈ ഒരു പോർഷനുകൾ നമ്മളുടെ ഈ ഒരു വരുന്ന എക്സാമിനുള്ള പോർഷനുകളുള്ള പല എക്സാമുകൾക്കകത്തായിട്ട് വന്നതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം എന്താണ് കാണാനായിട്ട് പറ്റി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് A to Z കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ മാസ്റ്റർ കീയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കും. നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ലൈവ് ഡിസ്കഷനുകൾ ഉണ്ട്. ഇതുപോലെ എല്ലാ വീക്കെൻഡിലുകളിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിട്ടും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളായിട്ടും നമ്മൾ ഇട്ട എക്സാമുകളുടെ റിവ്യൂ ആയിട്ടും ഒക്കെ നമ്മൾ ലൈവ് ക്ലാസ്സുകളും കൂടി പ്രൊവൈഡ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു PSCയുടെ ഒരു പാറ്റേൺ എങ്ങനെയാണോ അത് അറിഞ്ഞാണ് മാസ്റ്റർ കീ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വരുന്ന പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. മറ്റെന്ത് കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പോർഷൻസ് ക്ലാസ് ആയിട്ട് എടുത്ത് വേണം, അല്ലെങ്കിൽ അതിന്റെ MCQs ഡിസ്കഷൻ വേണം, ഇങ്ങനെ യൂട്യൂബിൽ വേണം, അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നമ്മളുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് ഇടുക. അത് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് വരുന്നതാണ്. അപ്പൊ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ എന്ത് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.